ഹായ്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഈ റോണിൻ എടുത്തിട്ട് ഒരു 4, 5 മാസം ആവാറാകുന്നു ഇപ്പം. ഈ വണ്ടി റിലേറ്റഡ് എന്തെങ്കിലും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം ഒരുപാട് ആളുകൾ അതിൽ കമന്റ് ഇടാറുണ്ട്. വണ്ടി എങ്ങനെയുണ്ട്? ലോങ് റൈഡ്സിന് കൊള്ളാമോ? എന്താണ് യൂസർ എക്സ്പീരിയൻസ് എന്നൊക്കെ ചോദിച്ച് കുറച്ചധികം എൻക്വയറീസ് എനിക്ക് വന്നിരുന്നു. ഞാനിത് മറ്റു വണ്ടികളായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല. അങ്ങനെ ആധികാരികമായിട്ട് കമ്പയർ ചെയ്ത് പറയാനായിട്ട് എനിക്ക് അറിയത്തുമില്ല. ഞാൻ വണ്ടി എടുത്തതും എനിക്കിതുകൊണ്ട് ഇത്രയും നാളത്തെ എൻ്റെ യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്നുമൊക്കെ മാത്രമാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു നല്ല വണ്ടിയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അധികം ആളുകൾക്ക് ഇതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. മേ ബി ഇതിൻ്റെ ലുക്ക് വൈസ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഞാനൊരു കാര്യം പറയാം. നിങ്ങളിതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കൂ. മോസ്റ്റ്ലി ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ വണ്ടി ഉപയോഗിക്കുന്നത് കൊച്ചി പോലത്തെ അല്ല ബാംഗ്ലൂർ പോലത്തെ സിറ്റീസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ വൺസ് ഒരു 5-6 കിലോമീറ്റർ റൈഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രമാത്രം കംഫർട്ടബിൾ ആണ് ഈ മെഷീൻ എന്നുള്ളത്. ഇതിന് ടി വി എസ് കൊടുത്തിരിക്കുന്ന ഒരു നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. അതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ്ങും നല്ല സ്മൂത്തായിട്ടാണ് വണ്ടി റൺ ചെയ്യുന്നത്. ഇപ്പോൾ 2025 മോഡലിൽ കുറച്ച് അപ്ഡേഷനൊക്കെ വന്നിട്ടുണ്ട്. ആ ബാക്കിലെ ഫെൻഡർ മാറിയിട്ടുണ്ട്, സീറ്റിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടും വണ്ടി ഒന്ന് ഡിസൈൻ വൈസ് ആയാലും കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി ഇതൊരു ചെറിയ വണ്ടിയായിട്ട് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. നമ്മുടെ ഈ റോഡിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് ഇത് അത്യാവശ്യം നല്ല രീതിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചെറിയ വണ്ടി എന്ന് പറയാൻ കാര്യം കുറേ പേര് അങ്ങനെയാണ് കരുതുന്നത്. ഇതൊരു ചെറിയ ഒരു വലിപ്പം കുറഞ്ഞ വണ്ടിയാണോ, ഒരു നോർമൽ ഒരു 125 150 cc ബൈക്കിന് സൈസേ ഉള്ളോ, അങ്ങനെയൊക്കെയാണ് പലരും ഇതിനെക്കുറിച്ച് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. അതിന് മെയിൻ റീസൺ ഇത് എല്ലായിടത്തും അങ്ങനെ അവൈലബിൾ അല്ല. ടി വി എസിൻ്റെ തന്നെ ചില പെർട്ടിക്കുലർ ഷോറൂംസിൽ മാത്രമേ ഈ വെഹിക്കിൾ അവൈലബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ടെസ്റ്റ് ഡ്രൈവിന് ഓപ്ഷൻസ് വളരെ കുറവാണ്. അതൊക്കെ ആയിരിക്കും മെയിൻ റീസൺ. ആളുകളിലേക്ക് വണ്ടി അധികം റീച്ച് ആയിട്ടില്ല. അതൊരു മെയിൻ ഇഷ്യൂ ആണ്. ഞാൻ വണ്ടി എടുത്തിട്ട് മോസ്റ്റ്ലി യൂസ് ചെയ്തത് ബാംഗ്ലൂരാണ്. അവിടുത്തെ സിറ്റിയിലും ട്രാഫിക്കിലും ഒക്കെ നമുക്ക് 5th ഗിയറിൽ പോലും വളരെ ലോ ആൻഡ് സ്പീഡിൽ വണ്ടി ഓടിച്ച് നടക്കാൻ പറ്റും. ഒരു ഇഷ്യൂ ഇല്ല വണ്ടിക്ക്. നല്ല കംഫർട്ടബിൾ ആണ്. അതുപോലെ ഒരു 70 to 90 കിലോമീറ്റേഴ്സിനുള്ളിൽ നമുക്ക് വണ്ടി നല്ല സ്മൂത്തായിട്ട് ഹൈവേസിലും ഒക്കെ ഓടിച്ച് നടക്കാൻ പറ്റും. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇത് അത്യാവശ്യം നല്ലപോലെ മൈലേജും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈവേസിലൊക്കെ 45 അടുത്ത് മൈലേജ് കിട്ടുന്നുണ്ട്. ഈവൻ സിറ്റീസിലാണെങ്കിൽ പോലും നിയർ ടു 40 അടുത്ത് തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 2-3 വട്ടം അപ്പ് ആൻഡ് ഡൗൺ ബാംഗ്ലൂർ ടു കേരള പോയി വന്നു. ഓൾമോസ്റ്റ് 4500 കിലോമീറ്റേഴ്സ് ആയി എൻ്റെ വണ്ടി ഇപ്പം നിലവിൽ. അതിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണ്, എനിക്ക് മിനിമം ഒരു 40 to 45 മൈലേജ് കിട്ടുന്നുണ്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ വണ്ടി വേണമെങ്കിൽ 100 above ഒക്കെ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഒരു കംഫർട്ടബിൾ സ്പീഡ് എന്ന് പറയുന്നത് 90 ബിലോ കീപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും. വണ്ടി കയറും, 100 കയറും, 120 കയറും, 130 ഒക്കെ കയറിയ ആൾക്കാരുണ്ട്. പക്ഷേ അത് നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. അത് വണ്ടി ഭയങ്കര സ്ട്രെസ്ഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എടുത്തത് ബേസ് വേരിയൻ്റ് ആണ്. അതിൽ സിംഗിൾ ചാനൽ ABS മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ മിഡ് വേരിയൻ്റ് മുതൽ എല്ലാം ഡ്യുവൽ ചാനൽ ABS ആണ് വരുന്നത്. ഞാൻ ഈ ബേസിലേക്ക് പോകാൻ മെയിൻ റീസൺ എനിക്ക് ബ്ലാക്ക് കളർ തന്നെ വണ്ടി വേണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ബേസിൽ മാത്രമേ ബ്ലാക്ക് ഉള്ളൂ. ടോപ്പ് വേരിയൻറ്റിലും മിഡ് വേരിയൻസിലൊക്കെ ഒരു ട്രൈ കളർ, ഒരു മൾട്ടി കളറൊക്കെ വരുന്നത്. എനിക്ക് അതിനകത്ത് അങ്ങോട്ട് എൻ്റെ ടേസ്റ്റിന് ഇഷ്ടപ്പെട്ട കളേഴ്സൊന്നും കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ബേസ് എടുത്തത്. നിങ്ങളാരെങ്കിലും റോണിന് എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കളേഴ്സ് ഒരു വിഷയം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിഡ് വേരിയൻസിലോ അല്ലെ ടോപ്പ് വേരിയൻസിലോ ഉള്ള മോഡൽസ് നോക്കാം, ഡ്യുവൽ ചാനലുള്ള മോഡൽസ് നോക്കാം. ആ വേരിയൻസിൽ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉണ്ട്. മീൻസ് അതൊക്കെ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്യുവൽ ചാനലും നാവിഗേഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിലേക്കും. ഞാൻ നിലവിലൊന്നും ചെയ്തിട്ടില്ല. ഫ്യൂച്ചറിൽ ഓരോന്നായിട്ട് അപ്ഡേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ എപ്പോഴും കേട്ട് വരുന്നതാണ്, ടി വി എസിൻ്റെ സർവീസ് എങ്ങനെയുണ്ട്, സർവീസ് മോശമാണോ എന്നൊക്കെ. ഞാൻ ആക്ച്വലി വണ്ടി എടുത്തത് എറണാകുളത്തു നിന്നാണ്. കൊച്ചിയിലുള്ളൊരു പോപ്പുലറായിട്ടുള്ളൊരു ഷോറൂമിൽ നിന്നാണ് വണ്ടി എടുത്തത്. ആ സമയത്ത് എനിക്ക് ആഫ്റ്റർ സെയിൽ സർവീസ് മോശമായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ വണ്ടി ഞാൻ ഫസ്റ്റ് സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തത് ബാംഗ്ലൂരിൽ നിന്നാണ്. അവിടെ ടെക്നീഷ്യൻസ് ആയാലും സർവീസ് സെൻറ്റർ ആയാലും എല്ലാം നല്ല രീതിയിലാണ് നമ്മളോട് ബിഹേവ് ചെയ്തതും. നല്ല സർവീസ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. കൊച്ചിയിലെ ഞാൻ ഈ സർവീസ് ഇഷ്യൂ പറയാൻ കാര്യം, എനിക്ക് വണ്ടി രജിസ്ട്രേഷൻ്റെ കാര്യത്തിലൊക്കെ ആയാലും കുറച്ചൊരു ഡിലേ ഉണ്ടായി. അത് ഞാൻ എടുത്ത പർട്ടിക്കുലർ ഷോറൂമിലെ സ്റ്റാഫുകളുടെ മിസ്റ്റേക്ക് കൊണ്ടാണ്, അവരുടെ ഒരു ശ്രദ്ധക്കുറവുകൊണ്ട് മാത്രം സംഭവിച്ച എററാണ്. അല്ലാതെ മൊത്തത്തിൽ ടി വി എസിൻ്റെ ഒരു ഇഷ്യൂവോ കാര്യമായിട്ടൊന്നും അല്ല പറയുന്നത്. ഒരു റെട്രോ ലുക്കുള്ള കംഫർട്ടബിൾ മോട്ടോർ സൈക്കിളാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇത് മോസ്റ്റ്ലി എല്ലാവരും കമ്പയർ ചെയ്ത് കണ്ടിരിക്കുന്നത്
ഹണ്ടറുമായിട്ടാണ്. ഹണ്ടറും നല്ല വണ്ടി തന്നെയാണ്, അല്ല എന്ന് പറയുന്നില്ല. പക്ഷെ എനിക്ക് കുറച്ചും കൂടി എൻ്റെ ഒരു യൂസേജിനും മൊത്തത്തിൽ എൻ്റെ ഒരു ടേസ്റ്റിന് ഇഷ്ടപ്പെട്ടത് റോണിനാണ്. ഹണ്ടറിന് പുതിയ അപ്ഡേറ്റഡ് വെഹിക്കിൾ വന്നിട്ടുണ്ട്. അത് നല്ല വണ്ടിയാണ്, മോശമൊന്നും പറയുന്നില്ല. പക്ഷേ ഓരോരുത്തർക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കുമല്ലോ. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അതായിരിക്കാം. എന്തായാലും ഒന്ന് ടെസ്റ്റ് റൈഡ് എടുത്ത് നോക്കൂ. നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ടി വി എസിൻ്റെ ഷോറൂമിൽ ഇത് അവൈലബിൾ ആണെങ്കിൽ ഒന്ന് ടെസ്റ്റ് റൈഡ് എടുത്ത് നോക്കൂ. ഇഷ്ടപ്പെടാതിരിക്കത്തൊന്നുമില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ സൗണ്ടൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്നാണ്. ഞാനെടുത്തപ്പോൾ എനിക്ക് 1.74 lakhs ആണ് ഓൺ റോഡ് ആയത് കൊച്ചിയിൽ. ഇത് പല ഷോറൂമുകളിലും ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ 1.72, 1.75 ഒക്കെ ആയിട്ട് പല ഷോറൂമുകളിലും പ്രൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. നിങ്ങൾ സംസാരിച്ച് നല്ല ഡീൽ എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ നിന്ന് എടുക്കുക. നല്ല കംഫർട്ടബിൾ സീറ്റും സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനും കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡും ഒക്കെയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല വണ്ടിയാണ്. അതിന് ആപ്റ്റായിട്ടുള്ള വണ്ടി തന്നെയാണ്. ഇതിൽ പിന്നെ എനിക്ക് ഫീൽ ചെയ്ത 1-2 എറേഴ്സ് ഉണ്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ആക്ച്വലി ഇതിനകത്ത് ഈ ഡിസ്റ്റൻസ് ടു MD എന്ന് കാണിക്കുന്നത് അത്ര ആക്യുറേറ്റ് അല്ല. കാര്യം ഞാൻ ലാസ്റ്റ് ട്രിപ്പ് ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ചിരുന്നു. പക്ഷേ ഞാൻ 200 kilometers ഓടിയതിന് ശേഷം നോക്കുമ്പോഴും ആ ഫ്യൂൽ ഫുള്ളായിട്ടാണ് കാണിക്കുന്നത്. അതൊരു എററാണ്. പിന്നെ സഡനായിട്ട് പെട്ടെന്ന് ഡൗൺ ആയി നോർമലിലേക്ക് വരുന്നുമുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷെ അതൊരു എററായിട്ടാണ് കാണിക്കുന്നത്. അതല്ലാതെ ഞാൻ വേറെ ഇഷ്യൂസൊന്നും എൻ്റെ വണ്ടിയിൽ കണ്ടിട്ടില്ല. ഇനി മറ്റുള്ളവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, മേ ബി ഡിഫറെൻ്റ് ആയിരിക്കാം. എനിക്ക് ഇൻ പേഴ്സൺ വേറെ ഇഷ്യൂസൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ഞാൻ ഈ വണ്ടി സജസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇതിൻ്റെ ലുക്കും ഇത് ഓടിക്കുന്ന രീതിയും ഇതിൻ്റെ ഒരു കംഫർട്ട്നെസ്സും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി എടുക്കാം. ഒരു തരത്തിലുള്ള ഇഷ്യൂസും വരാനില്ല. ടി വി എസിൻ്റെ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് അവർ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഞാൻ ഒരു സർവീസേ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് സർവീസ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. സെക്കൻഡ് സർവീസ് അടുക്കാറാവുന്നതേ ഉള്ളൂ. സെക്കൻഡ് സർവീസ് കഴിയുമ്പം എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് എന്ന് ഞാനൊരു വീഡിയോ കൂടി ചെയ്യാം. അതുപോലെ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, അധികമൊന്നുമില്ല. ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ.